ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് സ്റ്റേഡിയം അടുത്ത് ഈ പ്രാവശ്യം പാലക്കാട് കൊണ്ടുവരുന്ന ഒരു ഫെസ്റ്റ് കാണാൻ. അത് ഗുണ കേവ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഗുണ കേവിനെ അങ്ങനെ തന്നെ അവിടുന്ന് പറിച്ചു കൊണ്ടുവന്ന് വെച്ച പോലെ തന്നെയാണ് ഇവിടെ ഇവരിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും പോയിട്ട് ഗുണ കേവ് കാണാൻ പോകുന്നുണ്ട്. അപ്പൊ ഞാനും പോയി കണ്ടതാണ് അവിടുത്തെ കാഴ്ചകൾ. ഇനി നിങ്ങൾക്കും കാണാമല്ലോ, വാ. എല്ലാ പ്രാവശ്യവും വർഷത്തിലൊരിക്കൽ ഫെസ്റ്റ് കൊണ്ടുവരാറുണ്ട് നമ്മുടെ പാലക്കാട്ടിൽ. ഇപ്രാവശ്യം കൊണ്ടുവന്നത് ഗുണ കേവാണ്. അതെന്തായാലും അതിമനോഹരമായിട്ട് തന്നെ ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ മാത്രം കേട്ടോ, തിങ്ങി തിരക്കാണ് ഇവിടെ. അത്രയും തിരക്കാണ് ഇവിടെ. അത്രയും ആളുകളുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇന്ത്യയിലെ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന കൊടൈക്കനാലിൽ എല്ലാവരും പോയി കാണാൻ പോകുന്ന ഒരു കാഴ്ചയാണ് ഈ ഗുണ കേവ്. അത് ഇപ്രാവശ്യം നമ്മുടെ പാലക്കാട് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ ഫെസ്റ്റില്. അടിപൊളിയായിട്ട് ഓരോ ഭാഗങ്ങളും കാണുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഗുഹയിൽ കയറി കഴിയുമ്പോൾ ഒരു ഭയമൊക്കെ വരും. എങ്കിലും നമുക്കത് കാണാനുള്ള ത്രില്ലിൽ ഒരു രസമായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഓരോ ഭാഗങ്ങളും അതിമനോഹരമായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തിരി തിരക്കായിരുന്നു ഞങ്ങൾ പോയപ്പോൾ. എന്തായാലും നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ ഇവർ ഇതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. 1991 കമലഹാസൻ അഭിനയിച്ച ഗുണ എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഈ സ്ഥലത്തിന് ഗുണ ഗുഹകൾ എന്ന് പേര് വന്നത്. അതിനുശേഷം അവിടെ ഈ കൊടൈക്കനാലിൽ പോയിട്ട് എല്ലാവരും ഈ കാഴ്ച കാണാൻ ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്. ഒരുപാട് പേര് അവിടെ പോയിട്ട് മരണപ്പെട്ടതായിട്ടൊക്കെ അറിവുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗുഹ കാണാൻ പോകുമ്പോൾ നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് വേണം പോകാൻ. അതിൻ്റെ അകത്തൊക്കെ കയറുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒരു ഗുഹ സെറ്റാക്കിയിട്ടല്ല, പക്ഷെ അതുപോലെ ഇവരിവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ശരിക്കും ആ ഒരു ഗുഹയിൽ പോയൊരു ഫീല് തന്നെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ എത്തുന്ന സമയത്ത് ഒരു കുളിർമ, അതായത് ഒരു തണുത്ത കാറ്റ് വീശുന്നുണ്ട്. അതൊക്കെ അവർ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഇത് കുട്ടേട്ടനെ സൂചിപ്പിക്കുന്നത് പോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കഥ തന്നെ. ശരിക്കും നമ്മൾ ഇതിൽ ഈ വായിക്കുന്ന കുറേ കഥകൾ, ഇത് പിന്നെ ചെകുത്താന്റെ അടുക്കള എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ടല്ലോ ഈ ഒരു ഗുഹയിൽ. ആ ഒരു ഗുഹയാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് കേട്ടോ. ഇവിടെ ശരിക്കും പോയി കഴിയുമ്പോൾ കൂടെ ആളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ശരിക്കും പേടിച്ചു പോകും. അപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത കാരണം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ എന്തായാലും അവിടെ പോയിട്ട് അടിച്ചു പൊളിച്ച് എല്ലാ ഭാഗങ്ങളും കണ്ടു. സിംഹത്തിനെയൊക്കെ പോയി തൊട്ടു. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. കമലഹാസൻ ഗുണ എന്ന സിനിമ അഭിനയിച്ചത്, അതിൻ്റെ ഒരുപാട് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഈ ഗുഹയിൽ വെച്ചിട്ടാണ് ഇവർ ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷമാണ് ഈ ഗുഹയ്ക്ക് ഇങ്ങനെ ഒരു ഗുണ കേവ് എന്നൊരു പേര് വന്നതും. അവിടെ പോയിട്ട് ഒരുപാട് ആളുകൾ ഇത് കാണാൻ വേണ്ടി പോകുന്നതൊക്കെ ഉണ്ട്. 13 മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അവിടെ അതിനെക്കുറിച്ചിട്ട് അവരിങ്ങനെ എഴുതി കാണിച്ചിട്ടൊക്കെ ഉണ്ട്. നിങ്ങൾ ഈ ഗുഹ കാണാൻ പോകുമ്പോൾ, അതായത് പാലക്കാടല്ല, നമ്മുടെ കൊടൈക്കനാലിൽ കാണാൻ പോകുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അതിന് ശേഷം പിന്നെ വേറൊരു സിനിമയും കൂടി അവിടെ വന്നിട്ടുണ്ട്, മഞ്ഞുമൽ ബോയ്സ് പറഞ്ഞ സിനിമയൊക്കെ. ശരിക്കും ആ ഗുഹ എന്താണെന്ന്, അതിലത്തെ അപകടങ്ങൾ എന്തൊക്കെയെന്നൊക്കെ അതേപോലെ ഒരു സിനിമയും കൂടി അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല ഒരു അതിമനോഹരമായ ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയിട്ട് ഈ പാലക്കാടുള്ള ഈ ഒരു ഫെസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഈ ഒരു ഗുഹ കണ്ടതിന് ശേഷം, ഇതിന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഒരുപാട് ഫോട്ടോസുകളൊക്കെ എടുക്കാനുള്ള അതിമനോഹരമായ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഓരോരുത്തരും നല്ല തിരക്കി, ഒരുപാട് ആളുകളുടെ തിരക്കിനിടയിലാണ് ഞങ്ങൾ ഈ പോയിട്ട് ഈ വീഡിയോസൊക്കെ എടുത്തത് കേട്ടോ. ഇവിടെയൊക്കെ ചെന്നിട്ട് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് അവർ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും അവിടെ പോയിട്ട് കാണുക, ഇത് അടിച്ചു പൊളിക്കുക. ഇനിയിപ്പോൾ കൊടൈക്കനാൽ വരെ പോകാതെ തന്നെ നമ്മുടെ പാലക്കാട് പോയിട്ട് കാണുക. ഞാൻ ഈ വീഡിയോ ചെയ്ത് എനിക്ക് ശബ്ദം ശരിയല്ലാത്ത കാരണം ഞാൻ കുറേ ദിവസങ്ങളായി ഈ വീഡിയോ എടുത്തു വെച്ചിട്ട്. ശബ്ദം പനിയൊക്കെ ആയ കാരണം ക്ലിയർ ഇല്ലാത്ത കാരണം ഇതിന് അവിടുത്തെ വോയിസ് കൊടുക്കുമ്പോൾ കോപ്പിറൈറ്റ് വരുമല്ലോ. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുക. ഇത് നിങ്ങൾ അവിടെ പോയിട്ട് കണ്ട് ആസ്വദിക്കുക. ബാക്കിയെല്ലാം അവിടെ ചെന്നിട്ട് തന്നെ നിങ്ങൾ കണ്ടിട്ട് ആസ്വദിക്കട്ടെ. അടിപൊളി അതിമനോഹരമായ കാഴ്ചകളാണ്. എന്തായാലും ഇത് വർക്ക് ചെയ്ത അവർക്കൊക്കെ നല്ല ബിഗ് സല്യൂട്ട് ഉണ്ട്. അടിപൊളിയായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ.